നമസ്കാരം. 2026 ജൂലൈ മാസത്തെ മിഥുനക്കൂറുകാരുടെ പൊതുഫലത്തെ പറ്റിയാണ് പറയുന്നത്. മകേരം അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ അടങ്ങിയ നക്ഷത്രങ്ങളുള്ള മിഥുനക്കൂറുകാരുടെ ജൂലൈ മാസത്തെ ചാരവശാലുള്ള പൊതുഫലം എന്താണെന്ന് നോക്കാം. തൊഴിൽപരമായി പറയുകയാണെങ്കിൽ ഇവർക്ക് തൊഴിൽപരമായി നേട്ടം ഉണ്ടാവുന്ന, കരിയറിൽ വിജയമുണ്ടാവുന്ന ഒരു സമയമാണ്. കഠിനാധ്വാനം കൂടുമെങ്കിലും നല്ല ഫലം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റം ലഭിക്കുവാനും അനുകൂലമായ സ്ഥലം മാറ്റം ഉണ്ടാകുവാനും ഇവർക്ക് സാധ്യത കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി സമ്പാദിക്കുവാൻ കഴിയും. ജോലിയിൽ സ്ഥിരത ലഭിക്കുവാനും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും അംഗീകാരവും പദവിയും ഒക്കെ ലഭിക്കുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാസം പകുതിക്ക് ശേഷമാണ് ഈ സാധ്യത കാണുന്നത്. ദാമ്പത്യപരമായി നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പരസ്പര വിശ്വാസവും ഉണ്ടാവുന്ന ഒരു സമയമാണ്. ദമ്പതികൾ തമ്മിൽ തർക്കങ്ങൾ തീർന്നു കിട്ടുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ തർക്കങ്ങളോ സ്വരച്ചേർച്ചയില്ലായ്മയോ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതും പരസ്പരം ബഹുമാനവും അംഗീകാരവും വർദ്ധിക്കുന്നതുമാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്കും സന്തോഷം ലഭിക്കുന്ന ഒരു സമയമാണ്. പരസ്പര വിശ്വാസത്തോടെയും പരസ്പര ധാരണയോടെയും മുന്നോട്ട് പോകുവാൻ ഇവർക്ക് ഈ സമയത്ത് കഴിയുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത തെളിയുന്നതാണ്. അശ്രദ്ധയും അലസതയും ഉണ്ടാവുമെങ്കിലും വിദ്യാഭ്യാസത്തിൽ തടസ്സം ഉണ്ടാകുവാൻ സാധ്യതയില്ല. ആരോഗ്യകരമായി നോക്കുകയാണെങ്കിൽ ആരോഗ്യത്തിൽ കൂടുതൽ ഒരു ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നു ചേരുവാനും അതുവഴി ചിലവ് വർദ്ധിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ തക്കതായ ചികിത്സ ഈ സമയത്ത് ഇവർക്ക് അത്യാവശ്യമാണ്. പുണ്യക്ഷേത്ര ദർശനം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ക്രയവിക്രയ നേട്ടം ഉണ്ടാവുന്നതാണ്. ഭൂമി ലാഭം ലഭിക്കുന്നതാണ്. വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടതുണ്ട്. അപകടമുണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായി ഏറെ മെച്ചപ്പെട്ട ഒരു സമയമാണ്. ഗുരു 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ധനമാർഗങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായ ധനവരവ് ഉണ്ടാവുന്നതാണ്. നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും സാധ്യതയുണ്ട്. കടം കൊടുത്തത് തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചത് തിരിച്ചു കിട്ടുവാനും സാധ്യതയുണ്ട്. വായ്പ തീർന്നു കിട്ടുന്നതാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സന്താന യോഗമുണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകുവാൻ, പങ്കാളിത്ത ബിസിനസ് പുരോഗതി ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്നാൽ അതീവ ശ്രദ്ധ ഈ സമയത്ത് ഇവർ പുലർത്തേണ്ടതുണ്ട്. ജൂലൈ മാസം ഉണ്ടായേക്കാവുന്ന ചില ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ കൂടുതൽ കിട്ടുന്നതിനുമായി ഈശ്വരപ്രീതി വരുത്തേണ്ടതുണ്ട്. വിഷ്ണു ക്ഷേത്ര ദർശനം, അർച്ചന, പാൽപ്പായസം എന്നിവ നടത്തുകയും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കത്തിക്കുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതായിരിക്കും.